എന്താ അടിസ്ഥാനപരമായിട്ടുള്ളത്? അടിസ്ഥാനപരം എന്താന്ന് ചോദിച്ചാൽ ഇവരെ അലട്ടുന്ന വലിയ പ്രശ്നം ഇത് ലേഖന. എവിടെ വന്ന ലേഖനം? മാതൃഭൂമിയിൽ വന്ന ലേഖന. ലേഖനത്തിന്റെ പേരെന്താ? ഹലാൽ സിനിമയും ഹറാം സിനിമയും. സുറുക്കല്ല. സുറുക്ക ഹലാലാണോ ഹറാമാണോ എന്നല്ല, നേരെ മറിച്ച് ഹലാൽ സിനിമയും ഹറാം സിനിമയും. എന്നിട്ട് SIOവിന്റെ വലിയൊരു നേതാവ്, ആ നേതാവിനുണ്ടായ അനുഭവമാണ് ഇതിൽ വിശദീകരിക്കുന്നത്. അദ്ദേഹത്തിനുണ്ടായ അനുഭവം, അദ്ദേഹത്തിന് തന്റെ ജീവിതത്തിലുണ്ടായ വലിയ ഒരു പ്രയാസത്തെ സംബന്ധിച്ച് ഇതിൽ പറയുകയാണ് കേട്ടോ. 2003 ഹൈദരാബാദ് സെൻട്രൽ സർവകലാശാലയുടെ കീഴിലുള്ള സരോജിനി നായിഡു സ്കൂൾ ഓഫ് ആർട്സിൽ സിനിമ പഠനത്തിന് ചേരുമ്പോൾ, പഠിക്കാൻ പോണ സിനിമയാണ്, ഖുർആനും സുന്നത്തുമല്ല, കിതാബും സുന്നത്തുമല്ല, സിനിമ പഠിക്കാൻ പോൾ. അങ്ങനെ പോകുമ്പോൾ ചെറുപ്പം മുതലേ മനസ്സിൽ രൂഢമൂലമായി ബോധമാകമേ കൊളുത്തി വലിക്കാതെയല്ല ഇസ്ലാമിക മതമൗലികവാദ സംഘടന എന്ന് വിളിക്കപ്പെടാറുള്ള, അതിൽ സ്വയം അഭിമാനിക്കുകയും ചെയ്യുന്ന SIOവിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കെ തന്നെ പാതിരാത്രി വരെയൊക്കെ നീളുന്ന സിനിമാ ക്ലാസുകളിൽ ശ്രദ്ധയോടെ ഇരിക്കുമ്പോൾ പലവിധ വികാരങ്ങളുടെ വേലിയേറ്റം തന്നെയായിരുന്നു അത് സൃഷ്ടിച്ചിരുന്നത്. വേലിയേറ്റം നടക്കണം മനസ്സിലെ. രാത്രി 12 മണി വരെയൊക്കെ ചിലപ്പോ വേലായുധൻ സാറിന്റെ സിനിമ ഇങ്ങനെ കണ്ടിട്ട് അതിന്റെ പിന്നാലെ കൂട്ടിയിട്ട് ഇങ്ങനെ വേലിയേറ്റം നടക്കുന്നതാണ്. എന്നിട്ട് ഇദ്ദേഹം ഇങ്ങനെ വിശദീകരിച്ച് പറയാണ് കേട്ടോ. അപ്പോൾ സിനിമയെക്കുറിച്ച് മദ്രസയിലെ JP അബൂബക്കർ ഉസ്താദിന്റെ ക്ലാസുകൾ മനസ്സിൽ വന്നുലക്കാതെയല്ല. ശരിക്കും കുഴഞ്ഞുപോയ സന്ദർഭം റമദാൻ മാസത്തിലായിരുന്നു. റമദാൻ ആവുമ്പോഴ വല്ലാത്ത കുഴച്ചിൽ. കാര്യെന്താ കേട്ടോളൂ. കുഴയാനുള്ള കാര്യം എന്താ? വെങ്കിടേഷ് സാറിന് എന്ത് റമദാൻ, എന്ത് അവസാനത്തെ 10 പുതിയ കുറെ സിനിമകളുമായി അദ്ദേഹം ക്ലാസ്സിൽ വന്നു കയറും. രാത്രി 1 മണി വരെയൊക്കെ ക്ലാസ് നീണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഹദി പട്ടണത്തെ അസീസിയ മസ്ജിദിലെ തറാവീഹ് നമസ്കാരമോ വെങ്കിടേഷ് സാറിന്റെ ക്ലാസുകളോ ക്ലേശകരമായ തെരഞ്ഞെടുപ്പിന്റെ നാളുകളായിരുന്നു അത്. റമദാനിലെ അവസാനത്തെ 10 വെങ്കടേഷ് സാർ സിനിമയുമായി വരും. അതേസമയം തന്നെ അടുത്തുള്ള സീസിയ മസ്ജിദിൽ തറാവീഹ് നമസ്കാരവും നടക്കും. ആ സന്ദർഭത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവിന് തെരഞ്ഞെടുക്കുവാൻ വലിയ പ്രയാസം. എവിടെ പോണം? പള്ളിയിൽ പോണോ വെങ്കടേഷ് സാറിന്റെ സിനിമ കാണണോ? ക്ലേശകരമായൊരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. ഒരു മുസ്ലിമിന് വല്ല ക്ലേശം ഉണ്ടാവും എന്റെ സഹോദരങ്ങളെ? റമദാൻ മാസത്തിൽ ഒരു പള്ളിയിൽ തറാവീഹ് നിസ്കാരം, അപ്പുറത്ത് വെങ്കടേഷ് സാറിന്റെ സിനിമാ പ്രദർശനം. ഇതിലേതാ തെരഞ്ഞെടുക്കേണ്ടത്? ഒരു മുസ്ലിമിന് വല്ല തർക്കമുണ്ടോ, ഒരു സംശയമുണ്ടോ, വല്ല ക്ലേശമുണ്ടോ? റമദാൻ മാസത്തിലെ പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ചിന്തയുമായി നടക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രധാനപ്പെട്ടത് ഇതാണ്, ഇസ്ലാമല്ല. ഇസ്ലാമല്ലെന്ന് മാത്രമല്ല, ഇസ്ലാം പഠിപ്പിച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പരിഹസിക്കാതാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഈ രൂപത്തിലുള്ള ആളുകൾ ആദ്യം പിടിക്കൽ എന്തിലാണല്ലോ? ആദ്യം പിടിക്കൽ താടിയിലാണ്. ഇത് തുടക്കം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് പോണ ആളുകൾ, അതിൽ അകലുന്ന ആളുകൾ